എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 13, 14, 15, 16, 17 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നിമി നവയോഗി സംവാദത്തില് ആ വിരാട് സ്വരൂപന്റെ സമഷ്ടി ലോകത്തിലെ ലയം പറഞ്ഞു. പിന്നെ മഹത്വത്വം മുതല് പൃഥ്വി വരെയുള്ള എല്ലാറ്റിന്റെയും ലയം ഏത് വിധമാണെന്ന് വിവരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. വായുനാ ഹൃദഗന്ധാഭൂ സലിലത്വായ കൽപ്പതേ സലിലം തദ്ധൃതരസം ജ്യോതിഷ്ട്വായോപകൽപ്പതേ. കാര്യങ്ങളെയും കാരണങ്ങളെയും എത്ര കണ്ട് സൂക്ഷ്മമായി അറിയുന്നുവോ അത്ര കണ്ട് പരമാർത്ഥമായ അറിവുണ്ടാവും. ഉണ്ടാവുന്നവയ്ക്കൊക്കെ ഒരു കാരണമുണ്ട്. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുന്നു. കാര്യങ്ങള് കാരണങ്ങളിൽ ചെന്ന് ചേരുന്നു. ഇത് തന്നെയാണ് ലയം, പ്രളയം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആകയാൽ ഒന്നാമതായി ഉണ്ടായത് രണ്ടാമത്തേതിന്റെ കാരണം, രണ്ടാമത്തേത് മൂന്നാമത്തേതിനു കാരണം. അതുകൊണ്ട് അവസാനം ഉണ്ടായത് ആദ്യം ലയിക്കും. ഇതിന് ക്രമലയം എന്നു പേര്. അല്ലെങ്കിൽ ഉണ്ടായതിന് വിപരീതമായിട്ടുള്ള ക്രമത്തിൽ ഇല്ലാതെയാവുക എന്നും പറയാം. ഭൂമിയാണ് അവസാനം ഉണ്ടായത്. അതിന്റെ വ്യാവർത്തക ഗുണം ഗന്ധമാണ്. ഭൂമിയുടെ ഗുണം ഗന്ധം. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് വേർതിരിച്ചു കാട്ടുന്ന ലക്ഷണത്തിന് വ്യാവർത്തക ഗുണം എന്നും അസാധാരണ ഗുണമെന്നും പറയാറുണ്ട്. മറ്റു ഭൂതങ്ങൾക്ക് ഇല്ലാത്തതും ഭൂമിക്കുള്ളതുമായ ഗുണം ഗന്ധമാകുന്നു. ഭൂമി സ്ഥൂലഭൂതം, ഗന്ധം അതിന്റെ സൂക്ഷ്മഗുണം. ഗന്ധവും നശിച്ചാൽ സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഭൂതത്വം നശിച്ചു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെയും കണ്ടുകൊള്ളണം. പ്രളയകാലത്തില് ഘോരമായിട്ടുള്ള കാറ്റടിക്കും. ഗന്ധത്തെ അപഹരിക്കുന്നത് വായുവിന്റെ സ്വഭാവമാണല്ലോ. അപ്പൊ പ്രളയവായുവിനാൽ ഗന്ധം അപഹരിക്കപ്പെടുമ്പോൾ ഭൂമി ഇല്ലാതെയായിട്ട് വരുന്നു. ജലം മാത്രം. ഭൂമി കാണില്ല, ജലം മാത്രം. അതുകൊണ്ട് ഭൂമി ജലത്തിൽ ലയിച്ചു എന്ന് വ്യാഹരിക്കപ്പെടുന്നു. ഭൂമിയുടെ ഗന്ധത്തെ അപഹരിച്ച ആ പ്രളയകാലത്തിലെ കൊടുങ്കാറ്റ് ഈ ജലത്തിന്റെ മീതെ ഘോരമായിട്ട് അടിക്കുന്നത് കൊണ്ട് ജലത്തിന്റെ അസാധാരണ ഗുണമായ രസം നശിക്കുന്നു. അപ്പോഴോ ജലവും ഇല്ലാതെയായി. പ്രതാപത്തോടെ ജ്വലിക്കുന്ന ചൂട് മാത്രമുണ്ട്. അതാണ് തേജസ്. ഹൃദരൂപം തു തമസ വായോ ജ്യോതി പ്രലീയതേ ഹൃദസ്പർശോപകാശേന വായുർനഭസിലീയതേ കാലാത്മനാ ഹൃദഗുണം നഭ ആത്മനി ലീയതേ. എന്നാൽ പ്രളയകാലത്തിലെ മേഘങ്ങളാൽ മൂടപ്പെട്ട ആകാശത്തിലെ അന്ധകാരം വ്യാപിക്കുന്നത് കൊണ്ട് ഈ തേജസ് അല്ലെങ്കിൽ അഗ്നിയും ഇല്ലാതെയായതിനാൽ ഇപ്പോ വായു ഉണ്ട്. അതുകൊണ്ട് അഗ്നി, അതായത് ആ തേജസ് വായുവിൽ ലയിച്ചു എന്ന് പറയപ്പെടുന്നു. എല്ലാ വസ്തുക്കളും ഇല്ലാതെയായപ്പോൾ അന്യോന്യ സ്പർശനത്തിന് വിഷയമില്ലാത്തതിനാൽ ചലനമില്ലാത്തത് കൊണ്ട് കേവല സ്വരൂപമായിരിക്കുന്ന ആകാശം മാത്രമായിട്ടിരിക്കുന്നു. അതിനാൽ വായു ആകാശത്തിൽ ലയിച്ചു. ആകാശത്തിന്റെ അസാധാരണ ലക്ഷണം ശബ്ദമാണ്. ആ ആകാശം കാലത്താൽ അപഹരിക്കപ്പെട്ട ശബ്ദമാകുന്ന ഗുണത്തോടുകൂടി താമസാഹങ്കാരത്തിൽ ലയിക്കുന്നു. ശബ്ദം കാലത്താൽ നശിക്കുന്നു. ഇങ്ങനെ 5 ഭൂതങ്ങളും ഇല്ലാതെയായി എന്ന് പറയുന്നത് വരെ എല്ലാവർക്കും ഒരുവിധം ധരിക്കാം. ഇത് തന്നെയാണ് സ്ഥൂലനാശം. സ്ഥൂലഭൂതങ്ങൾ നശിച്ചതോടുകൂടി അവയുടെ അസാധാരണ ലക്ഷണങ്ങളായിരിക്കുന്ന ഗന്ധാദി സൂക്ഷ്മ തത്വങ്ങളും ഇല്ലാതെയായി. ഇനി എന്താ ഉള്ളത്? ഇനി ബാക്കിയുള്ളത് അഹങ്കാരമാണ്. അതില് തമോ ഗുണം പ്രചുരമായിരിക്കുന്നതിനാൽ ഇതിന് താമസാഹങ്കാരം എന്ന് പേര്. ഓരോരോ ശരീരത്തിലും ഞാൻ എന്നൊരു അഭിമാനമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? സമഷ്ടി ശരീരത്തെ അവലംബിച്ചതായ ആ മാന്ദ്യാദി ഗുണയുക്തമായ ഈ അഭിമാനത്തിന് താമസാഹങ്കാരം എന്ന് പേര്. ആകാശം ഈ അഹങ്കാരത്തിലാണ് ലയിച്ചത്. നശിച്ചത് എന്ന് പറയാതെ ലയിച്ചത് എന്ന് പറയുന്നതിന്റെ സാരം പ്രത്യേകം ഓർക്കണം. ഈ താമസാഹങ്കാരത്തില് എത്രയും സൂക്ഷ്മരൂപേണ പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളും ഉണ്ട്. തീരെ നശിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ ഇതിൽ നിന്ന് തന്നെ ക്രമേണ പുറപ്പെടുകയും ചെയ്യും. ലയിക്കാനുള്ള കാലം വരുമ്പോൾ ലയിക്കുന്നു,
ഉത്ഭവിക്കാനുള്ള കാലം വരുമ്പോൾ പുറത്തേക്ക് പുറപ്പെടുന്നു. അതുകൊണ്ട് ലയത്തിനും ഉത്ഭവത്തിനും കാലം തന്നെ കാരണം. ജീവജാലങ്ങളുടെ പ്രാരബ്ധ കർമ്മങ്ങള് ഫലത്തെ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ഭൂതങ്ങള് കാലശക്തി നിമിത്തം ഈ താമസാഹങ്കാരത്തിൽ നിന്ന് പുറത്തു വരും. അതുവരെ അങ്ങനെ ലീനങ്ങളായിരിക്കും എന്ന് സാരം. ഇന്ദ്രിയാണി മനോബുദ്ധി സഹവൈകാരികൈർനൃപ പ്രവിശന്തി ഹ്യഹങ്കാരം സ്വഗുണൈ അഹമാത്മനി. ഇന്ദ്രിയങ്ങളും ബുദ്ധിയും രാജസാഹങ്കാരത്തെ പ്രവേശിക്കുന്നു. സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായ ദേവന്മാരോടുകൂടി മനസ്സ് സാത്വിക അഹങ്കാരത്തിൽ പ്രവേശിക്കുന്നു. താമസം, രാജസം, സാത്വികം എന്ന 3 വിധ അഹങ്കാരത്തിന് തമസ്, രജസ്, സത്വം എന്ന 3 ഗുണങ്ങൾ കാരണമാകുന്നു. അതിനാൽ കാരണമായ 3 ഗുണങ്ങളോട് കൂടി ചേർന്ന അഹങ്കാരം മഹത്തത്വത്തിൽ ലയിക്കുന്നു. മഹത്തത്വം ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് വ്യവഹരിക്കപ്പെടുന്ന പ്രകൃതിയിൽ ലയിക്കുന്നു. ഇങ്ങനെ താമസാഹങ്കാരത്തിലെ ആകാശവും നാദവും, രാജസാഹങ്കാരത്തിലെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും, സാത്വിക അഹങ്കാരത്തിലെ ഇന്ദ്രിയാധിഷ്ഠാനഭൂതന്മാരായ ദേവന്മാരോടുകൂടി മനസ്സും ലയിക്കുന്നു. ഏഷാ മായാ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി ത്രിവർണാ വർണ്ണിതാസ്മാഭി കിം ഭൂയ ശ്രോതുമിച്ഛസി. എല്ലാറ്റിന്റെയും ലയത്തിന് സ്ഥാനമായിരിക്കുന്ന ഈ പ്രകൃതി ഭഗവാന്റെ മായയാണ്. എല്ലാം ഉണ്ടാകുന്നതിനും അവ സ്ഥിതി ചെയ്യുന്നതിനും നശിക്കുന്നതിനും മൂലകാരണം ഈ മായ തന്നെ. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ പ്രകൃതി എന്നും മായ എന്നും പറയുന്നു. ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ട് കാരണത്തെ അറിഞ്ഞുകൊള്ളുവാനല്ലാതെ കാരണമായ മായയെ നേരിട്ട് പറയാനും ഗ്രഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഉൽപ്പത്തി ലയ ക്രമേണ മായാസ്വരൂപം അങ്ങയെ അറിയിക്കാൻ വേണ്ടി ഞങ്ങള് വിവരിച്ച് പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാൻ വിരോധമില്ല കേട്ടോ എന്നും പറഞ്ഞു മഹർഷിമാര്. അപ്പൊ മായയുടെ സ്വരൂപം വിവരിച്ചു കേട്ടപ്പോ രാജാവിന് കുറച്ച് ഭയം ഉണ്ടായി എന്ന് രാജാവിന്റെ മുഖഭാവത്തിൽ നിന്ന് ആ നവയോഗികൾക്ക് മനസ്സിലായി. അപ്പൊ കരുണാനിധികളായ അവര് പറയാണ്, ഭയപ്പെടേണ്ട, ഈ മായയെ കടക്കാനും ഒരു വഴിയുണ്ട്, ആ മാർഗവും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, വിരോധമില്ല എന്ന അഭിപ്രായത്തോടെ രാജാവിനെ ആശ്വസിപ്പിച്ചു. അന്യന്റെ സന്താപത്തെ മുഴുവനും കളയണമെന്ന ആന്തരവിചാരമുള്ള മഹാന്മാരുടെ ലക്ഷണമാണിത്. രജോ ഗുണം സൃഷ്ടിക്കും, സത്വഗുണം പരിപാലനത്തിനും, തമോ ഗുണം സംഹാരത്തിനും കാരണം. ഈ 3 ഗുണങ്ങളുടെ വിഷമാവസ്ഥയില് ഈ 3 കാര്യവും നടന്നുകൊണ്ടിരിക്കും. സമാവസ്ഥയില് നിർവ്യാപാരമായിരിക്കും. അത് തന്നെയാണ് പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയപ്പെടുന്നത്. നവയോഗികൾ ഇങ്ങനെ പറയണ കേട്ടപ്പോ സമാധാനായി രാജാവിന്. പറയാം, അധീതാം ഐശ്വര്യം മായാം ദുസ്തരാം അകൃതാത്മഭി തരന്ത്യഞ്ജസ്ഥൂലധിയോ മഹർഷ ഇതമുച്യതാം. ഓരോ സംഗതികൾ ചോദിക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ എന്ന്, ഇനി അറിയേണ്ടത് വല്ലതുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന ആ കരുണയോടുകൂടിയ മഹർഷിമാരുടെ വാക്ക് കേട്ട് രാജാവിന് വളരെ സന്തോഷായി. ഇപ്പൊ ഇതാ ചോദിക്കണം, മായയെ കടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അന്ധക്കരണത്തെ സ്വാധീനപ്പെടുത്താതെ വിഷയലമ്പടന്മാരായി ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധിയോടുകൂടി കാലത്തെ കഴിക്കുന്ന ആളുകളെ ഈശ്വരന്റെ ശക്തിയായ ഈ മായയെ എങ്ങനെയാണ് കടക്കുക? ആ മാർഗം ഒന്ന് അരുളി ചെയ്യണമേ എന്ന് രാജാവ് ആ മഹർഷീശ്വരന്മാരോട് അപേക്ഷിച്ചു. മഹർഷിമാര് അതിന് മറുപടി പറയണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.